KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മൊഡ്യൂൾ 4 തിയറിയാണ്. ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പ്രോബ്ലം ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അസംഷനാണ് നമ്മൾ ആദ്യം പറയണത്. മെറ്റീരിയൽ ഓഫ് ദി ബീം എപ്പോഴും ഹോമോജീനിയസും ഹുക്സിലോ ഒബേ ചെയ്യണതും ബീമിലെ പ്ലെയിൻ ബിഫോർ ആഫ്റ്റർ സെയിം ആയിട്ട് തുടരണം എന്നുള്ളതും, അതുപോലെ തന്നെ എല്ലാ ലെയറും എക്സ്പാൻഡ് ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും ഫ്രീ ആയിരിക്കണം, യങ്സ് മോഡുലസ് കംപ്രഷനിലും ടെൻഷനിലും ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ബീം ഈക്വിലിബ്രിയത്തിലായിരിക്കണം. ഇത്ര അസംഷൻസ് ആണ് നമുക്ക് ആദ്യം ഉള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷനിലേക്ക് കിടക്കാൻ പോകുന്നത്. നമ്മൾ ABCD എന്നുള്ളൊരു ലെയർ കൺസിഡർ ചെയ്യുകയാണ് ബീമിൻ്റെ അകത്ത്. അതിൽ RS ആണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്. അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്താലും ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. താഴെ BD എന്നുള്ള ലെയറിൽ ടെൻഷനും മുകളിൽ AC എന്നുള്ള ലെയറിൽ കംപ്രഷനും ഉണ്ടാകും. നമ്മൾ PQ എന്നൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ് അതിൻ്റെ അകത്ത് ഒരു സ്ട്രിപ്പ്. അപ്പോൾ PQ എന്നുള്ളത് നമ്മൾ ബെൻഡ് ചെയ്ത ഒരു ആർക്കായിട്ട് P', Q' മാറും. അതാണ് നമ്മുടെ സൈഡിൽ ആഫ്റ്റർ ബെൻഡിങ് കാണിച്ചേക്കുന്നത്. അപ്പോൾ PQ എന്നുള്ളത് നമുക്ക് അതിൻ്റെ റേഡിയസ് ഇൻറ്റു ആംഗിൾ R θ എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. നമുക്ക് PQന് പകരം R θ എന്ന് എഴുതാം, P', Q' പകരം R - y × θ എന്ന് എഴുതാം. അപ്പോൾ സ്ട്രെയിൻ ΔL/L ആണ്. നമ്മളിത് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ε=y/r എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. σ/e എന്ന് വെച്ചാൽ എപ്സിലോൺ ആയതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷനെ σ/e y/r എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ എലിമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കിട്ടാനായിട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. സ്ട്രെസ്സിന് പകരം നമ്മൾ y × e/r, ഏരിയയ്ക്ക് ΔE എന്നും കൊടുക്കുന്നു. ആ ഫോഴ്സിനെ നമ്മൾ ഡിസ്റ്റൻസ് y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മൊമെൻറ്റ് എബൌട്ട് ന്യൂട്രൽ ആക്സിസ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ടോട്ടൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. e/r കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇൻറ്റഗ്രൽ y² ΔIക്ക് വരെ i എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് m e/r × i എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. അവിടെ നിന്നാണ് നമ്മൾ m/i e/r σ/y എന്നുള്ള ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്ലക്ഷൻ ഫോമിലേക്ക് നമ്മൾ എത്തുന്നത്. ബെൻഡിങ് മൊമെൻറ്റ് ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചതാണ്. ബീമിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ടെൻഷനും കംപ്രഷനും മുകളിലും താഴെയായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് അതിലൊരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കപ്പിൾ നമ്മൾ കൊടുക്കുന്ന ബെൻഡിങ് മൊമെൻറ്റിനെ ഓപ്പോസിറ്റായിട്ട് ഒരു റെസിസ്റ്റൻസ് തരും. അതാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത്. ഷിയർ സ്ട്രെസ് ഡെറിവേഷനിലും നമുക്ക് ബെൻഡിങ് സ്ട്രെസ് ലെവലിൽ തന്നെ അസംഷൻസ് ഉണ്ട്, നമ്മളത് പഠിക്കുക. അവിടുത്തെ പോലെ തന്നെ ഇവിടെ നമ്മൾ ABCD എന്നുള്ളൊരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൽ y എന്നൊരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ A to Bയിലെ ബെൻഡിങ് M ഷിയർ ഫോഴ്സ് Fഉം, അതുപോലെ തന്നെ C to Dയിലെ ബെൻഡിങ് മൊമെൻറ്റ് M+dM ഷിയർ ഫോഴ്സ് F+dF ആണ്. അങ്ങനെ നമുക്ക് σ m/i × y എന്നുള്ള ഇക്വേഷനെ σ + d σ m+dm/i × y എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റും. നമ്മൾ AB എന്ന് പറഞ്ഞൊരു സെക്ഷനിലെ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് σ × a m/i × y × a എന്ന് എഴുതാം. അതുപോലെ തന്നെ C Dയിൽ കൺസിഡർ ചെയ്യുമ്പോൾ σ + d σ എന്നായിട്ട് മാറും. ടോട്ടൽ ഫോഴ്സ് 0 ആണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ആണെന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ C to Dയിലെയും A to Bയിലെയും ഫോഴ്സ് തമ്മിൽ മൈനസ് ചെയ്യും. അവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതിനെ നമ്മൾ 0 to D/2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അബൌട്ട് ന്യൂട്രൽ ആക്സിസ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ബി ഏരിയ ആണ്. ഈ ഫോഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഏരിയനെ dx × b എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും. അതിൽ dm/dx F എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ബീമിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം ബീം ബെൻഡോ അതിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻസ് വിളിക്കുന്നത്. അതിന് 3 മെത്തേഡ് ഉണ്ട്. ആ 3 മെത്തേഡാണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് എപ്പോഴും 1.5 ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. നേരത്തെ എടുത്ത ആദ്യ എലിമെൻറ്റ് തന്നെ അതിൽ നമ്മൾ EFDC എന്നുള്ളൊരു ലെയറാണ്, ഷെയ്ഡഡ് പോർഷനാണ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂട്രൽ ആക്സിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം y ആണെന്ന് അറിയാം. ന്യൂട്രൽ ആക്സിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ എടുത്ത എലിമെൻറ്റിൻ്റെ ഷെയ്ഡ് റീജിയൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരമാണ് y⁻. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് ബിയും തിക്നെസ് d/2 × d/2 - y ആണ്. അപ്പോൾ നമുക്ക് ഏരിയയും y⁻ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ടോഡ് ഇക്വേഷനിലേക്ക് ഏരിയയും y⁻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ന്യൂട്രൽ ആക്സിൽ ഷിയർ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ട് y-ക്ക് നമ്മൾ 0 പുട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടോ മാക്സ് കിട്ടുന്നു. അതുപോലെ ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് / ഏരിയ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ടോ മാക്സ് = 3/2 ഓഫ് ടോ ആവറേജ് അല്ലെങ്കിൽ 1.5 ടൈംസ് ടോ ആവറേജ് എന്ന് കിട്ടും. ഇനി ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയാണ്. അപ്പോൾ സ്ട്രെയിൻ എനർജി എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു dV ആണ് ഇക്വേഷൻ. അത് നമ്മൾ ആദ്യം എഴുതി വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ സിഗ്മയുടെ ഇക്വേഷൻ നമ്മളതായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് അവിടുന്ന് യുടെ വാല്യൂ കിട്ടുന്നു. ഒരു ബീം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ എല്ലായിടത്തും നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബീം ഓഫ് യൂണിഫോം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ബീം യൂണിഫോം വിഡ്ത്തിൽ അല്ലെങ്കിൽ യൂണിഫോം ഡെപ്തിൽ
ക്രിയേറ്റ് ചെയ്താൽ അങ്ങനെ ഒരു ബീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബെൻഡിങ്ങിൻ്റെ ഇക്വേഷൻ സിഗ്മ സിക്കൽ എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് പഠിക്കുന്ന അവിടുത്തെ ആ മൊമെൻ്റ് ഓഫ് ഇനീഷ്യയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ടു എക്സ്ട്രീമിൽ അല്ലെങ്കിൽ വൈ അതിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സർക്കുലർ സെക്ഷൻ്റെ ഡെറിവേഷനാണ് എഴുതി വെച്ചേക്കുന്നത്. സിഗ്മ എന്ന് വെച്ചാൽ ഐ ബൈ വൈ ആണ്. ഐ നമുക്കറിയാം റെക്റ്റാങ്കിളിൻ്റെ, അതുപോലെ വൈയും അറിയാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂസ് കിട്ടും.